ഓഫ് ദ വെബിനാർ റോസ്. നമ്മുടെ പാരന്റിംഗ് പൾസിന്റെ വെബിനാറിന്റെ ഡേ 2 ആണ്. ഇന്നലെ ജോയിൻ ചെയ്യാതെ ഇന്ന് ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഇന്നലെ മിസ്സായി പോയി, അപ്പൊ ഇന്ന് കേറാന്ന് വിചാരിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? എല്ലാരും ഉണ്ട്. ഇന്നലെ ഓക്കെ ഓക്കെ, താങ്ക് യു ഫോർ റെസ്പോണ്ടിങ്. അപ്പോൾ നമ്മുടെ സെഷന്റെ ബിഗിനിങ്ങിൽ നമുക്കൊരു ചെറിയ മെഡിറ്റേഷൻ ഉണ്ടാകും. മെഡിറ്റേഷൻ എന്താന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മളിപ്പം നമ്മുടെ തോട്ട്സിൽ ഇതുവരെയുള്ള ഇന്നത്തെ ദിവസം, ഫ്യൂച്ചറിലുള്ളത് അല്ലെങ്കിൽ പാസ്റ്റിലുള്ളത് കുറേ തോട്ട്സ് ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നുണ്ടാകും. അപ്പൊ സെഷനിൽ ഒന്ന് കയറി നോക്കാം എന്താണ് സെഷനിലുള്ളത്, അങ്ങനെ കേൾക്കാൻ വേണ്ടി വന്നിട്ടുണ്ടാകും. അപ്പൊ നമ്മുടെ ഈ തോട്ട്സിനെയൊക്കെ ഒന്ന് കാം ആക്കിയിട്ട് നമ്മുടെ മൈൻഡിനെ കംപ്ലീറ്റ്ലി ഒന്ന് കാം ആക്കി ഈ ഒരു മൊമെന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് മെഡിറ്റേഷൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ബോഡിയും മൈൻഡും ജസ്റ്റ് ഒന്ന് കാം ആക്കുക എന്നുള്ളതാണ്. സോ നിങ്ങൾ മെഡിറ്റേഷന് റെഡി ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ റെഡി എന്നൊന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ. ഓക്കെ, ബാക്കിയുള്ളവരോ റെഡി ആണോ? വാട്ട് അബൌട്ട് അതേഴ്സ്? ഓക്കെ, സോ യെസ്, നിങ്ങൾ മെഡിറ്റേഷന് വേണ്ടി പ്രിപ്പയർ ആയിട്ടിരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, ബോഡി കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. അതേപോലെ ഡിസ്ട്രാക്ഷൻസ്, അധികം നോയ്സ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കയ്യിലുള്ളതൊക്കെ അവിടെ കീപ്പ് ചെയ്തിട്ട് കൈയൊക്കെ ഫ്രീ ആക്കിയിട്ട് ഇരിക്കുക കേട്ടോ. ഓൾസോ നിങ്ങൾക്ക് ബ്രീതിനെ ജസ്റ്റ് ഒന്ന് റെഗുലേറ്റ് ചെയ്യാം. നിങ്ങളുടെ ശ്വാസത്തിൽ ജസ്റ്റ് ഒന്ന് അവെയർ ആക്കാം. സോ ലെറ്റ്സ് ബിഗിൻ ദ മെഡിറ്റേഷൻ. ഞാൻ ഗൈഡൻസ് ഞാൻ നിങ്ങളെ പ്ലേ ചെയ്തുതരാം. യു ഹാവ് ടു ജസ്റ്റ് റിലാക്സ് ആൻഡ് ഫോളോ ദ ഗൈഡൻസ്. ഓക്കെ, കണ്ണുകളടച്ച് സ്വസ്ഥമായിരിക്കാം. ഇടത് കൈക്ക് മുകളിൽ വലതു കൈ ചേർത്ത് വച്ച് തള്ളവിരൽ കൂട്ടിമുട്ടിച്ച് ഒരു ഊർജബന്ധം സ്ഥാപിക്കാം. മെല്ലെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾക്കിപ്പോൾ ദീർഘശ്വാസം എടുത്തുവിടാവുന്നതാണ്. Breathe in, hold on and breathe out. Breathe in, hold on and breathe out. Breathe in, hold on and breathe out. ഇപ്പോൾ നിങ്ങൾ പൂർണ്ണ വിശ്രമത്തിലാണ്. ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സന്തോഷത്തിലേക്ക് കൊണ്ടുപോവുക. നിങ്ങളിപ്പോൾ പൂർണ്ണമായും ആ സന്തോഷത്തിൽ ജീവിക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് മുന്നിൽ സൃഷ്ടിക്കപ്പെട്ടതായി നിങ്ങൾ അറിയുന്നു. നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള വീട്, കുടുംബം, ജോലി, കുട്ടികൾ എല്ലാം നിങ്ങൾക്കിപ്പോൾ കാണാം. അവരുമായുള്ള ഇടപെടലുകൾ നിങ്ങൾ നന്നായി ആസ്വദിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ പരിപൂർണ തൃപ്തിയും സന്തോഷവും അനുഭവിക്കുന്നു.
നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരിപൂർണ തൃപ്തിയും സന്തോഷവും അനുഭവിക്കുന്നു. നിങ്ങൾ സ്നേഹിക്കുന്ന മനുഷ്യരിൽ നിന്ന് ലഭിക്കുന്ന പ്രശംസയും അംഗീകാരവും അഭിനന്ദനങ്ങളും വ്യക്തമായി നിങ്ങൾക്ക് കേൾക്കാം. സ്വാദേറിയ ഭക്ഷണത്തിൻ്റെ രുചി നിങ്ങളുടെ നാവിലുണ്ട്. വളരെ സമാധാനത്തോടെ നിങ്ങൾ കിടന്നുറങ്ങുന്നു. കുറച്ചു സമയം നിങ്ങൾക്ക് ഈ ജീവിതം ആസ്വദിക്കാം. ഇപ്പോൾ നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നു. എനിക്ക് എന്നിൽ വിശ്വാസമുണ്ട്. എന്നിൽ ധാരാളം ഊർജമുണ്ട്. എന്നിൽ നിന്നും സ്നേഹവും സന്തോഷവും പ്രസരിക്കുന്നു. ആരുമായും ഇടപെടാനുള്ള ആകർഷണീയമായ കഴിവ് എനിക്കുണ്ട്. എൻ്റെ ഉള്ളിൽ ദിവ്യസ്നേഹവും സൗഖ്യവും സുരക്ഷിതത്വവും അനുഭവപ്പെടുന്നു. എന്തും ചെയ്യാനുള്ള സർഗശക്തിയും പ്രാഗൽഭ്യവും എനിക്കുണ്ട്. ഞാൻ കൂടുതൽ സന്തോഷമുള്ളയാളാകുന്നു. എനിക്കെൻ്റെ ജീവിതത്തിൽ പരിപൂർണ തൃപ്തി അനുഭവപ്പെടുന്നു. മെല്ലെ നിങ്ങൾക്ക് തിരിച്ചു വരാം. ശ്വാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. Breathe in, hold on and breathe out. Breathe in, hold on and breathe out. Breathe in, breathe out. ഒരു ദീർഘശ്വാസം എടുത്തുവിട്ട് കണ്ണുകൾ തുറക്കാം. ഹലോ. യെസ്, തിരിച്ചെത്തിയിട്ടുള്ള ആളുകൾ ചാറ്റ് ബോക്സിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. നിങ്ങൾക്ക് കൈകളൊക്കെ ഒന്ന് റബ്ബ് ചെയ്തിട്ട് ഫേസിലൊക്കെ ഒന്ന് ടാപ്പ് ചെയ്യാം, ബോഡിയൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, വെരി ഗുഡ് അജ്മല. ബാക്കിയുള്ളവരോ? ഓക്കെ, സോ യെസ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഒരുപാട് പേര് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഇപ്പോ നിങ്ങൾ ടോപ്പിക് കണ്ടിട്ടുണ്ടാകും. ഇന്നത്തെ സെഷന്റെ ടോപ്പിക് എന്താണ്? പാരന്റ് ആസ് എ ഗാർഡിയൻ എന്നുള്ളതാണ് അല്ലെ? വെയിറ്റ് കേട്ടോ. യെസ്, പാരന്റ് ആസ് എ ഗാർഡിയൻ എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. സോ നിങ്ങൾ എല്ലാവരും ഗാർഡിയൻ എന്നുള്ള പേര് പല സ്ഥലങ്ങളിലായിട്ട് കേട്ടിട്ടുണ്ടാകും അല്ലെ? അതായത് നമ്മൾ കുട്ടികളെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ എന്തുണ്ടാകും? ഫാദർ മദർ എന്നുള്ള ഒരു പേരിന്റെ പുറമായിട്ട് ഗാർഡിയൻ എന്നുള്ള ഒരു കോളം ഒക്കെ ഫില്ല് ചെയ്യാനുണ്ടാകും അല്ലെ? ഗാർഡിയൻ, രക്ഷിതാവ് എന്നാണ് നമ്മൾ അതിനെ പറയാം. സെഷൻ തുടങ്ങുന്നതിന് മുൻപായിട്ട് ഇതൊരു ഇന്ററാക്റ്റീവ് രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.
അതേപോലെ നിങ്ങൾക്ക് ക്ലിയർ ആവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യാം കേട്ടോ. യെസ്. അപ്പോ ഗാർഡിയൻ എന്നുള്ള ഒരു പേരിലേക്ക് വരാണെങ്കിൽ, ഗാർഡിയൻ എന്ന് പറയുന്നത് നമുക്കറിയാം രക്ഷിതാവ് എന്നുള്ള ഒരു മലയാളം ടേമിലേക്ക് നമുക്ക് പറയാം. ഈ രക്ഷിതാവ് എന്ന് പറയുമ്പോൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യൂല, ഫാദർ മദർ അല്ലെങ്കിൽ പാരന്റ് എന്നുള്ള ഒരു അവയർനെസ് അല്ല നമുക്ക് കിട്ടുന്നത്. അതിലും കുറച്ചും കൂടെ മുകളിലാണ് അല്ലെ? ആണോ? ആണോ? നിങ്ങളാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത്. രക്ഷിതാവ് എന്ന് കേൾക്കുന്ന സമയത്ത് വട്ട് യു ഫീൽ? ഓക്കെ, യെസ്. അതായത് നമ്മള് ഗോഡിനെ പറയുന്ന സമയത്ത്, ക്രിയേറ്ററിനെ പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യില്ല, എന്റെ ഉപ്പ അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നില്ല. പകരം നമ്മൾ എന്ത് പറയുന്നു, എന്റെ രക്ഷിതാവാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പം ഇത്രയും വിശാലതയിൽ കിടക്കുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾക്ക് പാരന്റ് ആസ് എ ഗാർഡിയൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാരന്റ് നമ്മൾ മദർ ഫാദർ എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്കറിയാം, ഓക്കെ, നമ്മൾ അതൊരു ജെൻഡർ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ പറയുന്നുണ്ട്, അതിന്റെ റോളുകൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഗാർഡിയൻഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്, അതിലും കുറച്ചും കൂടെ മുകളിൽ നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഇപ്പൊ നമ്മള് പരിപാലകൻ അല്ലെങ്കിൽ പരിലാളന, ഈ ഒരു ടോപ്പിക് ഒക്കെയാണ് പാരന്റ് ആസ് എ ഗാർഡിയൻ എന്നുള്ളതിൽ വരുന്നത്. സോ നമ്മൾ രക്ഷിതാവ് എന്ന് ആലോചിക്കുന്ന സമയത്ത് നമുക്ക് നേരെ നമ്മൾ നമ്മുടെ ക്രിയേറ്ററുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ വരുന്നത് എന്താണ്, ഒരു പരിപാലനം, നെർച്ചറൻസ് ആണ്. ഇപ്പൊ പാരന്റ് ആസ് എ ഗാർഡിയൻ എന്നുള്ളത് നമ്മൾ നേരെ കണക്ട് ചെയ്യുന്നത് നെർച്ചറർ എന്നുള്ള ഒരു വേർഡിലേക്കാണ്. ആരാണ് നെർച്ചറർ? ഇംഗ്ലീഷ് വേർഡിൽ പറയുമ്പോൾ നെർച്ചറർ അല്ലെങ്കിൽ ഒരു പരിപാലകൻ എന്നുള്ള വേർഡ് പറയാം. ആരാണ് പരിപാലകൻ? അല്ലെങ്കിൽ ഒരു സംഭവം പരിപാലിക്കുന്ന ആളാരാണ്? എങ്ങനെയാണ് അയാൾ അത് പരിപാലിക്കുക? ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടോ? അതായത് സാധാരണ ഒരാൾ ഒരു സംഭവത്തിനെ പരിപാലിക്കുക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ പറയാം, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ സംസാരിക്കാം. വെരി ഗുഡ്, ടേക്ക് കെയർ ചെയ്യാം. യെസ്. വേറെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടോ? കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. യെസ്. അവരുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ഗാർഡിയൻ ഏറ്റെടുക്കുക. യെസ്. ഓക്കെ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒരു പരിപാലകൻ എന്നുള്ള റോളിൽ വരുന്ന ഒരാൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ അവിടെ ഈ പാരന്റ് ആസ് എ ഗാർഡിയൻ എന്ന് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ഏത് രീതിയിലുള്ള ഗാർഡിയൻഷിപ്പ് ആണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കാം. അപ്പം ഇവിടെ നമ്മൾ വേറെ ഒരു, അല്ലെങ്കിൽ ഗാർഡിയൻ എന്നുള്ളതിന് വേറെ ഒരു വേർഡിൽ പറയുകയാണെങ്കിൽ ഗാർഡ് എന്ന് നമുക്ക് പറയാം അല്ലെ? ഗാർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് ആലോചിക്കാം സെക്യൂരിറ്റി ഗാർഡ് അല്ലെ? സെക്യൂരിറ്റി ഗാർഡ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വേർഡ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതായത് സെക്യൂരിറ്റി ഗാർഡ് എന്ന് പറയുമ്പോൾ ഒരു ഏരിയ ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യാണ്, പ്രൊട്ടക്ട് ചെയ്തിട്ട്, ഇപ്പോൾ ചാറ്റിൽ ഒരാൾ പറഞ്ഞതുപോലെ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരാള്, അല്ലെങ്കിൽ അതിൽ അപകടങ്ങൾ വരാതെ നോക്കുന്ന ഒരാള്. ഇപ്പൊ സെക്യൂരിറ്റി ഗാർഡ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അവര് ഇപ്പൊ ഒരു രാജാവിന്റെ ഒരു കൊട്ടാരം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കൊട്ടാരത്തിലേക്ക് രാജാവ് ചിലപ്പോൾ ഭയങ്കര പാവായിരിക്കും, പക്ഷെ അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ് എന്തായിരിക്കും, ചിലപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും, കടത്തി വിടാതെ ഭയങ്കര പേടിപ്പിച്ചു നിർത്തുന്ന ഒരാളായിരിക്കും. അപ്പൊ നമ്മൾ ചിലപ്പം രാജാവിനേക്കാളും നമുക്ക് പേടി സെക്യൂരിറ്റി ഗാർഡിനെ ആയിരിക്കും. അതേപോലെ നമുക്ക് പറയാൻ പറ്റും പോലീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പേടിയാണ് അല്ലെ? പക്ഷെ നമ്മൾ അതിനെ മലയാളത്തിലേക്ക് നോക്കിയാൽ നിയമപാലകർ എന്നാണ്. അതായത് നിയമത്തിനെ പരിപാലിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിലാണ് പോലീസ്. അപ്പൊ പോലീസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു പേടി വരും. പക്ഷെ നിയമപാലകർ എന്ന് പറയുമ്പോൾ ഓക്കെ, ഇത് നമ്മളെ പരിപാലിക്കുന്ന ആൾക്കാരാണ് അല്ലെ, അല്ലെങ്കിൽ നിയമത്തിനെ ഇങ്ങനെ റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് അല്ലെ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കും. അപ്പൊ നമ്മൾ ഈ ഗാർഡിയൻ എന്ന് കേൾക്കുന്ന സമയത്ത് സെക്യൂരിറ്റി ഗാർഡിനെ പോലെ പേടിപ്പിക്കുന്ന ഒരു സംഭവമാണോ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ നേരെ നമ്മൾ നേരത്തെ പറഞ്ഞ ഗാർഡിങ് വിത്ത് ലവ്, ഗാർഡിങ് വിത്ത് മേഴ്സി, അല്ലെങ്കിൽ ഗാർഡിങ് വിത്ത് കൈൻഡ്നെസ്, ഈ രീതിയിലുള്ള ഒരു സംഭവമാണോ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചിന്തിക്കാം. അതായത് ഗാർഡിയൻ എന്ന് പറയുമ്പോൾ ഗാർഡ്, സെക്യൂരിറ്റി ഗാർഡ്, പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ നിയമങ്ങൾ പറഞ്ഞിട്ട് നമ്മളെ പേടിപ്പിക്കുന്ന, നമ്മളെ ഫിയർ കൊണ്ട് നമ്മളെ ഇൻഫ്ലിക്റ്റ് ചെയ്യുന്ന ഒരാളാണോ
നമ്മുടെ ഉള്ളിലെ ഗാർഡിയൻ എന്നുള്ളത് നമ്മൾ ഒന്ന് ചിന്തിക്കാം. നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? അതായത് നിങ്ങൾ ഗാർഡിയൻ എന്ന് കേൾക്കുന്ന സമയത്ത് വട്ട് യു ആക്ച്വലി ഫീൽ? ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിലൊക്കെ ആയിട്ട് പറയോ. റെസ്പോണ്ട് ചെയ്യാത്ത ആളുകൾ മാക്സിമം റെസ്പോണ്ട് ചെയ്യാം കേട്ടോ, കാരണം സെഷൻ അവസാനിക്കുന്നത് വരെ ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. വട്ട് യു ഫീൽ? അതായത് ഗാർഡിയൻ എന്നുള്ളതിൽ രണ്ട് രീതിയിൽ ഞാൻ പറഞ്ഞു. ഒന്ന് എന്താണ്, നമ്മള് ഗാർഡിങ് വിത്ത് ലവ്. നമ്മൾ ക്രിയേറ്ററിനെ നോക്കുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം പുറകോട്ട് പോയാലും നമ്മൾക്ക് അവിടെ ഒരു സ്പേസ് ഉണ്ട് അല്ലെ. അതായത് എത്രത്തോളം നമ്മൾ ക്രിയേറ്ററിൽ നിന്ന് അകന്നു പോയാലും നമ്മളെ സ്റ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, പരിപാലിക്കുന്നുണ്ട്, നമ്മളെ സ്റ്റിൽ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. അപ്പം ഇന്നത്തെ ഒരു ദിവസം നോക്കിയാൽ ഈ ഒരു മൊമെന്റിൽ വരെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഫൈനി കരീബ് എന്ന് പറഞ്ഞ പോലെ അത്രത്തോളം എന്നോട് അടുത്തിരിക്കുന്ന ഒരു ക്രിയേറ്റർ ആണ്. ആ ഒരു അവയർനെസ് നമുക്ക് ചിന്തിക്കാം. അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു സെക്യൂരിറ്റി ഗാർഡിനെ പോലെ നമ്മൾ എന്ത് ചെയ്യാണ്, ഫിയർ കൊണ്ട് പേടിപ്പിച്ചുകൊണ്ട് നമ്മൾ നിർത്തുന്ന ഒരു ഗാർഡിയന്. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന? ഒരാൾ ലവ് എന്ന് പറഞ്ഞു, വട്ട് അബൌട്ട് അതേഴ്സ്? മനസ്സിലായില്ല. ഇഷ്ടം പറഞ്ഞിട്ടുണ്ട്, മറ്റെന്താണ്? പേടിയോടെയുള്ള ഇഷ്ടം. ഓക്കെ, പേടിയോട് കൂടിയുള്ള ഇഷ്ടം. ഓക്കെ, താങ്ക് യു ഫോർ റെസ്പോണ്ടിങ്. വേറെ എന്തെങ്കിലും ആൻസേഴ്സ് ഉണ്ടോ? ഓക്കെ, എനിവേ ഞാൻ ഈ ഒരു സംഭവത്തിൽ, അതായത് ലവ് വിത്ത് റെസ്പെക്ട്, ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഉള്ളില് നമുക്ക് കിട്ടിയിട്ടുള്ള പാരന്റിങ്, അല്ലെങ്കിൽ നമ്മൾ ഇത് പാരന്റിങ്ങുമായിട്ട് കണക്ട് ചെയ്യാണ് കേട്ടോ. ഈ ഗാർഡിയൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം പാരന്റിങ്ങുമായിട്ട് കണക്ട് ചെയ്യാണ്. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള പാരന്റിങ്ങില് ചില സമയങ്ങളിൽ നമുക്ക് ഫിയർ പ്രോഗ്രാമുകൾ വന്നിട്ടുണ്ടാകും. അതായത് ചില കാര്യങ്ങളിൽ നമ്മളെ പേടിപ്പിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാകും, പാരന്റിങ് ചെയ്തിട്ടുണ്ടാകും. അപ്പൊ നമ്മൾ ഇപ്പൊ ശ്രദ്ധിക്കേണ്ടത് പുറകോട്ടല്ല, നമ്മൾ നമ്മുടെ പാരന്റിങ്ങില് ഏത് രീതിയിലുള്ള ഒരു ഗാർഡിയൻ റോളാണ് ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് നോക്കാം. കാരണം നമ്മുടെ ഒക്കെ ഉള്ളിൽ ഒരു ഗാർഡിയൻ റോൾ ഉണ്ട്. കാരണം നമ്മളൊരു സൃഷ്ടാവിന്റെ പ്രതിനിധിയായിട്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒക്കെ ഉള്ളിൽ എന്തുണ്ട്, ആ ഒരു ഗാർഡിയൻ റോൾ ഉണ്ട്. അപ്പൊ നമ്മൾ ഏത് രീതിയിലാണ് നമ്മുടെ മക്കളിൽ ഈ ഗാർഡിയൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ചാനൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ചില പാരന്റ്സിന്റെ അടുത്ത് കുട്ടികൾക്ക് എക്സാമിന്റെ കാര്യങ്ങൾ പറയാന് ഒക്കെ ഭയങ്കര പേടിയാണ്. അപ്പൊ അവര് ചിന്തിക്കുന്നത്, ഞാൻ ഈ ഒരു എക്സാം ഇപ്പം കുറച്ചൊരു മാർക്ക് കുറവാണെങ്കിൽ പഠിച്ചോന് ആണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഇത് പാരന്റ്സ് എന്ത് ചെയ്യും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാജാവ് ചിലപ്പോൾ ഭയങ്കര പാവായിരിക്കും, പക്ഷെ ഇവിടെ സെക്യൂരിറ്റി ഗാർഡ് പോലെ നിൽക്കുന്ന പേടിപ്പിക്കുന്ന ഫാദറോ മദറോ ഉണ്ടെങ്കിൽ അവർക്ക് ഈ മാർക്ക് കാണിക്കാൻ ഭയങ്കര പേടിയായിരിക്കും. എന്താണ്, അവർക്ക് എന്താ പറയാ, ഈ ഫിയർ പ്രോഗ്രാം അവിടെ ഉള്ളതുകൊണ്ട് ശിക്ഷിക്കും, അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന ഒരു ഫിയർ അവിടെ അവരുടെ ഉള്ളിലുള്ളത് കൊണ്ട് അവർക്ക് ഈ കാര്യങ്ങൾ കൺവേ ചെയ്യാൻ, എക്സാമിന്റെ മാർക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവരുടെ മിസ്റ്റേക്കുകൾ ആയിക്കോട്ടെ, ഇതൊക്കെ കൺവേ ചെയ്യാൻ ഭയങ്കര പേടിയായിരിക്കും. അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഏത് ഗാർഡിയന്റെ പ്രതിനിധിയായിട്ടാണ്, റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ്, റിഫ്ലക്ഷൻ ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പം ഇതേപോലെ ഒരു സംഭവമാണ് നമ്മളിപ്പം ഫ്രീക്വന്റ് ആയിട്ട് കുറെ കേട്ടിട്ടുണ്ട്. അതായത് കുട്ടികൾ കല്യാണം കഴിഞ്ഞു പോയിട്ട് അവിടുത്തെ സ്ട്രഗിൾസ് കാരണം, ഫിസിക്കൽ അബ്യൂസുകളൊക്കെ കാരണം അവരെന്ത് ചെയ്യും, ആത്മഹത്യ ചെയ്യുന്ന കുറെ, ആത്മഹത്യ ചെയ്തതിന്റെ ശേഷമായിരിക്കും ഈവൻ പാരന്റ്സിന് പോലും ഒരു തിരിച്ചറിവ് വരാം. അപ്പൊ അവിടെ നമ്മൾക്ക് പറ്റുന്ന ഒരു പ്രശ്നം എന്താണ്, ആ പാരന്റ്സിന് ഗാർഡിയൻ റോളിൽ നിന്നുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ടൊരു പരിപാലനം കൊടുക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ കുട്ടികളെ കല്യാണം കഴിച്ചയക്കുന്നതിൽ പാരന്റ്സിന് ഭയങ്കര ഒരു ഇതുണ്ടാവും. നേരത്തെ ഒരാൾ പറഞ്ഞ പോലെ ഒരു റെസ്പോൺസിബിലിറ്റി തോട്ട് എല്ലാ പാരന്റ്സിനും ഉണ്ടാകും, അത് നാച്ചുറൽ ആണ്. പക്ഷെ ആ ഒരു തോട്ട് മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പരിപാലനം എന്നുള്ള ഒരു റോൾ അവരിൽ വരാതിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, കുട്ടികളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും എന്ത്, പ്രായമായിട്ടുണ്ട്, കൂട്ടിനൊരാള് വേണം, കല്യാണം കഴിക്കണം. ഇപ്പൊ കല്യാണം കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, പിന്നെ കൂട്ടിനാരും ഉണ്ടാവില്ല. അങ്ങനത്തെ രീതിയിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് കുട്ടികളെ ചിലപ്പോൾ കല്യാണം കഴിപ്പിക്കും. അവർക്ക് ചിലപ്പോൾ സമ്മതം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങളൊക്കെ മാറി കടന്നിട്ടായിരിക്കും ചിലപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. പക്ഷെ അത് കഴിഞ്ഞ് അവിടെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവിടുത്തെ ലൈഫില് അവരുടെ കൂടെ നിൽക്കാൻ, ഒരു പരിപാലനം കൊടുക്കാൻ ഈ പാരന്റ്സിന് പറ്റുന്നുണ്ടാകൂല.
അല്ലെങ്കിൽ അവരവിടെ വീണ്ടും റെസ്പോൺസിബിലിറ്റി തോട്ട് എന്നുള്ള രീതിയിൽ കൊണ്ടുവരും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഗാർഡിയൻ റോളിൽ പാരന്റ് നിൽക്കുന്ന സമയത്ത് അവിടെ കണ്ടീഷൻസ് ഇല്ല, അൺകണ്ടീഷണൽ ആണ് അല്ലെ? നമ്മുടെ പരിപാലകൻ എങ്ങനെയാണ്, നമ്മുടെ ക്രിയേറ്റർ എങ്ങനെയാണ്, കണ്ടീഷൻസ് ഒന്നും വെച്ചിട്ടില്ല. നീ ഇന്ന കാര്യങ്ങൾ ചെയ്യ്, എന്നാലേ നിനക്ക് ഞാനിപ്പോ കുറച്ച് വായു തരുള്ളൂ അല്ലെ? ഈ സമയത്ത് ഞാനിങ്ങനെ ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് എന്റെ അടുത്ത് ചിലപ്പോൾ എന്റെ പഠിച്ചോ വന്നിട്ട് പറയാണ്, ക്രിയേറ്റർ വന്നിട്ട് പറയാണ്, നീ എന്ത് ഇപ്പം നീ അങ്ങനെ ചെയ്തിട്ടില്ല, അതുകൊണ്ട് നിനക്കിപ്പം ഞാൻ ഓക്സിജൻ ഒന്നും തരൂല, വെള്ളം തരൂല എന്ന് പറയുന്നില്ല. കണ്ടീഷൻസ് ഇല്ല, അൺകണ്ടീഷണൽ ആണ്. അപ്പൊ ഈ രീതിയിൽ പാരന്റ്സിന് കുട്ടികളുടെ കൂടെ നിൽക്കാൻ പറ്റാതിരിക്കുന്ന സമയത്താണ് കുട്ടികൾ ഒറ്റപ്പെട്ടു പോകുന്നത്, അല്ലെങ്കിൽ കുട്ടികൾക്കൊരു വിശ്വാസം കുറഞ്ഞു പോകുന്നത്. എപ്പോഴും ഈ ഫിയർ കൊണ്ട് പേടിപ്പിച്ചുകൊണ്ട് നിർത്തുന്ന പാരന്റ്സിന്റെ കുട്ടികൾക്ക് എപ്പോഴും അവര് ദൈവം അല്ലെങ്കിൽ ക്രിയേറ്റർ എന്ന് ആലോചിക്കുന്ന സമയത്ത് അവർക്ക് ഫിയർ ആയിരിക്കും. അതായത് ഓക്കെ, ഞാനിപ്പോ കുട്ടിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് നമുക്ക് കുറച്ചു നേരം ഒന്ന് പോയി നോക്കാം. അതായത് ഓക്കെ, ഞാനിപ്പോ ഭൂമിയിലേക്ക് വന്നു, കുറെ സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്, പക്ഷെ എന്നെ ടേക്ക് കെയർ ചെയ്യുന്ന എന്റെ ഒരു ഉത്തരവാദിത്തമുള്ളത് എന്റെ ഫാദറിനും മദറിനുമാണ്, അച്ഛനും അമ്മയ്ക്കുമാണ്. അപ്പം ഓക്കെ, ഇവർ എന്നെ ടേക്ക് കെയർ ചെയ്യുന്നത് ഏത് രീതിയിലാണ്, ആ രീതിയിലാണ് ഓക്കെ, ഇതുപോലെയാണല്ലേ എന്റെ ക്രിയേറ്റർ, ഇതുപോലെയാണല്ലേ എന്റെ ദൈവം എന്നുള്ള രീതിയിലാണ് കുട്ടികൾ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ എല്ലാ സമയത്തും പരിപാലിക്കുന്ന, എപ്പോഴും നമ്മുടെ കൂടെ നിന്ന് നമ്മളെ നർച്ചർ ചെയ്യുന്ന ആ ഒരു ഗാർഡിയന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് നമുക്ക് ഈ ഒരു ഭൂമിയിൽ നിൽക്കാൻ പറ്റണം എന്നുള്ളതാണ്. സോ നേരത്തെ പറഞ്ഞ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് വരാണെങ്കിൽ, ഈ രീതിയിൽ കുട്ടികൾക്ക് നമ്മൾ ഒരുപാട്, ഇപ്പൊ എക്സാമിനാണെങ്കിൽ കുട്ടികൾ സ്കൂളിൽ വിടുന്നു, പഠിപ്പിക്കുന്നു, വിദ്യാഭ്യാസം വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിപ്പിക്കാനും ഒക്കെ സ്കൂളിൽ വിടുന്നു, ടീച്ചർ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ, ഇവിടെ നമ്മൾ കുട്ടി സ്ട്രഗിൾ ചെയ്യുന്ന ചില പീരീഡുകൾ ഉണ്ടാവും. ഇപ്പൊ ഉദാഹരണത്തിന് എക്സാം ഉണ്ട്, പഠിക്കണം. ആ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ കുട്ടികളെ സ്ട്രഗിൾസ് നേരിടാം. ആ സമയങ്ങളിൽ കുട്ടിയുടെ കൂടെ നിന്നിട്ട് നർച്ചററായിട്ട്, പരിപാലകരായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടോ? അപ്പോഴാണ് കുട്ടിക്ക് ഒരു ആത്മവിശ്വാസം വരാം അല്ലെ? നമ്മളിപ്പോ ഒരു വലിയൊരു പ്രൊജക്റ്റ് ഒക്കെ ചെയ്യാൻ പോകുമ്പോ നമ്മൾ ആരാണ് ഗൈഡ് ചെയ്യുന്നത്? അവരുടെ ഒരു ധൈര്യമാണ് നമ്മൾക്കുള്ള ആത്മവിശ്വാസം അല്ലെ? നിങ്ങൾ കൂടെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ എന്നുള്ള രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്യുക. അപ്പൊ അതേ ഒരു ആത്മവിശ്വാസം നമുക്ക് നമ്മുടെ കുട്ടികളിലേക്ക് കൊടുക്കാൻ പറ്റണം. അപ്പം ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്, ഗാർഡിങ് വിത്ത് ലവ് അല്ലെങ്കിൽ കൈൻഡ്നസ്, മേഴ്സി, ഈ സംഭവങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഫിയർ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. അതായത് നമ്മൾ എന്ത് ചെയ്യാണ്, പേടിപ്പിച്ചിട്ട് കൺട്രോൾ ചെയ്യാനും പേടിപ്പിച്ചിട്ട് നമ്മളുടെ കാര്യങ്ങൾ അവരിലേക്ക് കൊടുക്കാനും വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഇറ്റ്സ് ജസ്റ്റ് ഓപ്പോസിറ്റ്. ഈ ഒരു കാര്യം ക്ലിയർ ആണോ? നിങ്ങൾ ഇവിടെ ഉണ്ടോ? വീഡിയോയിൽ അപ്പിയർ ചെയ്യാൻ പറ്റുന്ന ആളുകൾ വീഡിയോയിൽ അപ്പിയർ ചെയ്യാം കേട്ടോ. കാരണം നമ്മളിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഇതിപ്പോ ആരോടാണ് സംസാരിക്കുന്ന, കുറെ പേരുകൾ കാണുന്നുണ്ട്, പക്ഷെ ആളുകളെ കാണുന്നില്ലല്ലോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ജസ്റ്റ് വീഡിയോയിൽ വരാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ വീഡിയോയിലൊക്കെ വരാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, യെസ്, നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. ഫിയർ പ്രോഗ്രാമിന്റെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലെ? ഓക്കെ, എനിവേ, നമ്മൾ ഈ ഒരു ഗാർഡിയൻ എന്നുള്ള വേർഡ് നമ്മൾ എന്ത് ചെയ്യണം, ചില സമയത്ത് നമ്മൾ രക്ഷിതാവ് എന്നുള്ള പേര് റീഡിഫൈൻ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒന്നും കൂടെ എന്താണ് ഗാർഡിയൻ എന്നുള്ളതിനെ കുറിച്ച് ഒന്നും കൂടെ പഠിക്കേണ്ടി വരും. ഓക്കെ, അതായത് ഈ അവയർനെസ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ ഏതൊക്കെ രീതിയിൽ നമ്മൾ ഗാർഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ക്രിയേറ്റർ, നമ്മുടെ സൃഷ്ടാവ് നമ്മളെ ഏതൊക്കെ രീതിയിൽ ഗാർഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പലരും പറയാറുള്ള കാര്യം, പാരന്റിങ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന കുറെ സ്ട്രഗിൾസിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, പാരന്റ് എന്ന് പറയുന്നത് ഒരു വിത്ത് മാതിരിയാണ്. ഓക്കെ, ആ വിത്തിന് കുറെ ശാഖകൾ നമുക്ക് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ വിത്ത് മുളച്ചിട്ട് കുറെ സംഭവങ്ങൾ പുറത്തേക്ക് വരാനുണ്ട്. അപ്പൊ അതിൽ നമ്മൾ നോക്കുന്ന സമയത്ത് പാരന്റിങ്ങിൽ കുറെ, ഇപ്പം ഒരു രീതിയിൽ പറയുമ്പോൾ ഗാർഡിയൻ റോളിലേക്ക് എന്ത് ചെയ്യാണ്, പാരന്റ് എലവേറ്റ് ചെയ്യാണ്. ഇത് നമ്മൾ കുട്ടി ജനിക്കുന്ന സമയത്തെ ഓക്കെ ഞാൻ ഗാർഡിയൻ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് എത്തുന്നതല്ല. ഇത് നമ്മൾ വളർന്നു വരുന്ന സമയത്ത്, അതായത് നമ്മൾ സ്പിരിച്വൽ പാരന്റിങ് പറയുന്ന സമയത്ത് ഒരാൾ പാരന്റ് ആകുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ, നമ്മൾ ബയോളജിക്കലി ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന സമയത്ത് മാത്രമല്ല, നമ്മൾ ജനിക്കുന്ന സമയത്തെ
നമ്മുടെ പാരന്റ് എന്നുള്ള റോള് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ എന്ത് ചെയ്യാണ്, ഓക്കെ, എന്റെ ചുറ്റുമുള്ള ആളുകള് ഏതൊക്കെ രീതിയിലാണ് പാരന്റിങ് ചെയ്യുന്നത് അതൊക്കെ ഞാൻ എന്റെ മൈൻഡിലേക്ക് എടുക്കുകയാണ്. അപ്പൊ ഞാൻ വളർന്നു വരുന്ന സമയത്ത് തന്നെ എന്റെ ഉള്ളിൽ ഒരു പാരന്റും വളർന്നു വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഒരു പുറത്തേക്ക് നമ്മൾ ബയോളജിക്കലി ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന സമയത്താണ് ഇതൊക്കെ അപ്ലൈ ചെയ്യുന്നത്, അല്ലെ? അതുകൊണ്ടാണ് പലരും എന്റെ പാരന്റ്സിൽ നിന്ന് കിട്ടിയ അതേ സംഭവങ്ങൾ തന്നെ എന്റെ കുഞ്ഞിലേക്കും വരുന്നത്, അല്ലെ? അതായത് ഇപ്പൊ ഞാൻ അന്ന് കേട്ട അതേ സംഭവമാണ് ഞാൻ എന്റെ കുട്ടിയോടും പറയുന്നത് എന്നുള്ള രീതിയിൽ. അപ്പൊ നമ്മൾ അവിടെ നമ്മളിൽ കിട്ടിയിട്ടുള്ള ഓൾറെഡി കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാണ്, നമ്മുടെ കുട്ടികളിലേക്ക് കൊടുക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മള് പാരന്റ് ആകുന്ന സമയത്ത് അല്ലെങ്കിൽ ബയോളജിക്കലി എനിക്കൊരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ഞാൻ അവിടെ എന്ത് ചെയ്യാണ്, ഓക്കെ, എന്നിൽ കിട്ടിയിട്ടുള്ള പാരന്റിങ്ങിന്റെ ഒരു ഡെഫിനേഷൻ അല്ലെങ്കിൽ പഠനങ്ങളൊക്കെ ഞാൻ എന്റെ പുറത്തേക്ക് വരാണ്. ലൈക്ക് എന്റെ കുഞ്ഞിൽ ഞാൻ അപ്ലൈ ചെയ്ത് തുടങ്ങാണ്. അതുവരെ നമുക്ക് ചിലപ്പോൾ ഐഡിയാസ് ഒക്കെ ഉണ്ടാവും, പക്ഷെ അപ്ലൈ ചെയ്ത് തുടങ്ങുന്നത് എന്താണ്, ഈ ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്താണ്. അപ്പൊ നമ്മളിലുള്ള ഒരു പാരന്റിനെ കൂടെ പുറത്തെടുക്കാനുള്ള ഒരു അവസരമാണ് നമുക്കൊരു കുഞ്ഞ് ജനിക്കുക എന്ന് പറയുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓക്കെ, ഞാൻ ബെറ്റർ പാരന്റ് ആകാൻ പോകുകയാണ് എന്ന് പറഞ്ഞിട്ട് ഈ മൊമെന്റ് മുതൽ ഞാനൊരു നല്ല പാരന്റ് ആകുന്നു അങ്ങനെയല്ല. പക്ഷെ എന്റെ കുട്ടിയിലൂടെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാനൊരു വിത്തായിട്ട് പറഞ്ഞത്. നിങ്ങളിതൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുക. അതായത് ഒരു വിത്താണെങ്കിൽ ആ പാരന്റിൽ നിന്നും എന്ത് ചെയ്യാണ്, ഒരു വലിയൊരു ആൽമര ഉണ്ടായി. ഒരുപാട് നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, വലിയൊരു ആൽമര ഉണ്ടായി, ഒരുപാട് ശിഖിരങ്ങളുള്ള ഇലകളുള്ള ഒരുപാട് തണലൊക്കെ കൊടുക്കുന്ന ഒരു വലിയൊരു മരമായിട്ട് മാറാണ്. അപ്പൊ അതിന്റെ വിത്ത് എന്ന് പറയുന്നത് ഒരു പാരന്റ് ആണ്. പക്ഷെ ആ പാരന്റിന് ഒരുപാട് കാര്യങ്ങൾ വളർത്തിയെടുക്കേണ്ടതുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു പോയിന്റ് ആണ് എന്ത്, പാരന്റ് ആസ് എ ഗാർഡിയൻ. കാരണം ഏതൊക്കെ രീതിയിൽ ഞാൻ പാരന്റ് എന്നുള്ള റോളിൽ നിന്ന് കുറച്ചുകൂടെ മാറിയിട്ട് ഒരു ഗാർഡിയൻ ആയിട്ട് മാറേണ്ടതുണ്ട്. ഇപ്പൊ ഗാർഡിയന്റെ ഒരു റോള് വരുന്ന സമയത്ത് നേരത്തെ ഞാൻ പറഞ്ഞു ഉമ്മ ഉപ്പ എന്നുള്ള റോളൊന്നും അല്ല, ആർക്ക് വേണമെങ്കിലും ഗാർഡിയൻ ആകാം. ഇപ്പൊ നമ്മള് കുട്ടികളെ സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് ടീച്ചർ ഒരു ഗാർഡിയൻ റോളിൽ നിന്നിട്ടാണ് കുട്ടികൾക്ക് പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ ഗുരു എന്നുള്ള ഒരു വേർഡ് പറയുകയാണെങ്കിൽ, ഗുരു എന്ന് പറയുന്നത് ആരാണ്, ജീവിതം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരാളാണ്. അപ്പൊ അയാൾ ഒരു ഗാർഡിയൻ എന്നുള്ള റോളിലാണ് കുട്ടിക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പം ഈ രീതിയിൽ നോക്കുമ്പോൾ ഗാർഡിയൻ എന്നുള്ളത് ഫാദർ മദർ എന്നതിൽ നിന്ന് മാറിയിട്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഗാർഡിയൻ ആയിട്ട് മാറാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അതായത് പാരന്റ്, ഓക്കെ, ഞാനൊരു പാരന്റ് ആണ് എന്നുള്ള ഒരു ഈഗോയിൽ നിന്ന് മാറിയിട്ട് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിട്ട് പരിപാലനം കൊടുക്കുന്ന, പരിലാളന കൊടുക്കുന്ന ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നെർച്ചറർ അല്ലെങ്കിൽ ഒരു ഗാർഡിയൻ ആയിട്ട് മാറാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ എപ്പോഴും എക്സാമ്പിൾ ആയിട്ട് പറയാറുള്ളത് ഒരു കർഷകൻ എന്ത് ചെയ്യാണ്, ഒരു വിത്ത് നടാണ്. വിത്ത് നടുന്ന സമയത്ത് ആ കർഷകന്റെ ഒരു ഇന്റൻഷൻ എന്തായിരിക്കും, ഇതിൽ നിന്ന് ഇത് മുളച്ചു വന്നിട്ട് ഇതിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങളൊക്കെ വെച്ചിട്ട് എനിക്ക് ഒരുപാട് ലാഭം ഉണ്ടാക്കണം, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് കാശ് ഉണ്ടാക്കണം, ബിസിനസ് ചെയ്യണം, അങ്ങനെയാകണം എന്നില്ല. പക്ഷെ കർഷകൻ എന്താ ചെയ്യുന്നത്, ആ ഒരു മണ്ണില് ഇട്ടിട്ട് വിത്തിനെ ഇട്ടിട്ട് അതിന് കുറച്ച് സമയം കൊടുക്കാണ്. അതേപോലെ അതിന് വെള്ളവും വളവും എന്തൊക്കെ ചെയ്തു കൊടുക്കണോ ആ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാണ്. അപ്പൊ ഒരിക്കലും കർഷകൻ എന്ത് ചെയ്യില്ല, കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ഒന്ന് മാന്തി നോക്കാം എന്താണ് ഈ വിത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കുന്നോ, അല്ലെങ്കിൽ അത് വളരാതിരിക്കുമ്പോ അത് എന്താ വളരാത്ത, നമുക്ക് എന്താ വളർന്നാല് എന്നുള്ള രീതിയിൽ അതിനെ എന്ത് ചെയ്യുന്നില്ല, ഹാം ചെയ്യുന്നില്ല. അതിന് വേണ്ട പരിപാലനം കൊടുക്കുകയാണ്. അതായത് നമ്മൾ എപ്പോഴും പറയാറുള്ള കാര്യം, ഒരു മരം അല്ലെങ്കിൽ ഒരു വളർന്നു വരുന്ന ചെടി നീ എന്താ വളരാത്തെന്ന് പറഞ്ഞാൽ അതിനൊരു അടി കൊടുത്താൽ അത് ചിലപ്പോൾ വീണോ, അല്ലെ? അതേ രീതിയിൽ ഹാർഷ് ആയിട്ട് ഒരിക്കലും ഒരു കർഷകന് അതിന്റെ കൃഷി അല്ലെങ്കിൽ അവന്റെ ഒരു ഈ ഒരു ചെടിയെ എന്ത് ചെയ്യുന്നില്ല, ട്രീറ്റ് ചെയ്യുന്നില്ല. വളരെ പരിപാലനങ്ങളൊക്കെ കൊടുത്ത് എന്തൊക്കെ കൊടുക്കണോ, വളം കൊടുക്കണോ, വെള്ളം കൊടുക്കണോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിനെ പരിപാലിക്കുകയാണ്. ഇതേ രീതിയിൽ നമ്മൾ നർച്ചർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കുട്ടികളിൽ ഇപ്പൊ ഒരു കുട്ടി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്യുന്ന സമയത്ത് അവൻ അതിനെ കുട്ടിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എന്തുകൊണ്ട് അങ്ങനെ ഇങ്ങനെ എന്ന് പറയുന്ന സമയത്ത് കുട്ടി ചിലപ്പോൾ തിരിച്ചു ചോദിക്കും, ഞാൻ കഷ്ടപ്പെടുന്ന സമയത്ത് ഇതൊന്നും ഇല്ലായിരുന്നല്ലോ എന്നുള്ള രീതിയിൽ ചോദിക്കും. കാരണം എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പീരീഡ് ഉണ്ട് അല്ലെ, കുട്ടികൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പീരീഡ്. അതായത് എക്സാം ഉണ്ട്, പഠിക്കണം, മാർക്ക് വാങ്ങിക്കണം, അതൊരു പീരീഡ് ആണ്. അതിന്റെ ഇപ്പുറത്ത് ഓക്കെ, സൗണ്ട് ക്ലിയർ അല്ലേ?
ചാറ്റ് ബോക്സിൽ ഒന്ന് പറയോ? അതെ. യെസ്. ഓക്കെ, യെസ്. ഓക്കെ, അപ്പൊ സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ട്, എക്സാം വരുന്നുണ്ട്, പഠിക്കണം, മാർക്ക് വാങ്ങിക്കണം. ഇതിന്റെ അവസാനം എന്താണ്? ഓക്കെ, മാർക്ക് അല്ല, എക്സാം കഴിഞ്ഞു, മാർക്ക് ഉണ്ട്, എത്ര മാർക്ക് ഉണ്ട് എന്ന് ചോദിക്കുന്ന ഒരു നിയമപാലകൻ എന്ന് പറഞ്ഞ രീതിയിലുള്ള ഒരു നമ്മള് റബ്ബിന്റെ ഒരു ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അത് ഒടുക്കമാണ്. അപ്പൊ തുടക്കമുണ്ട്, ഒടുക്കമുണ്ട്. ഇതിന്റെ ഇടയിൽ വരുന്ന ഒരു ഗ്യാപ്പ് ഉണ്ട് അല്ലെ? കുട്ടികൾക്കാണെങ്കിലും വരുന്ന ഒരു ഗ്യാപ്പ്, ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പാരന്റ് ആസ് എ ഗാർഡിയൻ എന്നുള്ള രീതിയിൽ നിൽക്കേണ്ടത്. അപ്പൊ കുട്ടികൾക്ക് എന്തുണ്ടാകും? ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ആത്മവിശ്വാസം, അല്ലെങ്കിൽ നമ്മളെ ഗാർഡിയൻ എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്ട്രെങ്ത്, അതായിരിക്കും കുട്ടികളെ ലീഡ് ചെയ്യുന്നത്. അപ്പൊ കുട്ടികളിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടുന്ന ഒരു, നമ്മൾ അവരെ ഏത് രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നോ ആ രീതിയിലായിരിക്കും അവര് നമ്മളെ തിരിച്ച് കാണുന്നുണ്ടാവുക. അപ്പൊ ആ ഒരു കാര്യം നമുക്ക് തിരിച്ച് അവരിൽ നിന്നും എക്സ്പെക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ നർച്ചറർ എന്നുള്ള റോള് അല്ലെങ്കിൽ ഗ്യാപ്പ് നമ്മൾ ഫിൽ ചെയ്യണം. നമ്മൾ ക്രിയേറ്ററിനെ കുറിച്ച് പറയുന്ന സമയത്ത് അറബിക് ടേമിൽ പറയുകയാണെങ്കിൽ ഹാക്കിം എന്ന് പറഞ്ഞൊരു വേർഡ് ഉണ്ട് അല്ലെ? നമ്മൾ ദൈവത്തിന് ഒരുപാട് പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഹാക്കിം എന്നുള്ള വേർഡ് ഉണ്ട്. അതുപോലെ ഒരു എൻഡിൽ ഹാലിക് എന്നുള്ള, അല്ലെങ്കിൽ ഹാലിക്, ഹാക്കിം, ഈ ഒരു സംഭവത്തിന്റെ ഇടയിൽ വരുന്നതാണ് റബ്ബ് എന്നുള്ള സംഭവം. ഹാലിക് എന്ന് പറയുമ്പോൾ സൃഷ്ടിച്ചിട്ടിരിക്കുകയാണ്, എന്താണ്? സൃഷ്ടാവാണ് അല്ലെ? അതിന്റെ ഒടുക്കം എന്താണ്? ഹാക്കിമാണ്, അതായത് നിയമം പാലിക്കുന്ന അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് എന്നുള്ള ഒരു സംഭവം. ഇതിന്റെ ഇടയിൽ റബ്ബ് എന്നുള്ള ഒരു സംഭവം കൂടെ ഗ്യാപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. അപ്പൊ ഈ റബ്ബ് എന്നുള്ള ഒരു കോൺഷ്യസ്നെസ് കുട്ടികൾക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ പരിപാലനം എന്നുള്ള കോൺഷ്യസ്നെസ് കുട്ടികൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യേണ്ടി വരും? ഈ ഒരു ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവർ പോകേണ്ടി വരും, അല്ലെങ്കിൽ ഫിയർ അവരിൽ കൊടുക്കേണ്ടി വരും. അപ്പം ഈ രീതിയിലാണ് ഒരു റബ്ബ് എന്നുള്ള ഒരു കോൺഷ്യസ്നെസ്, അതായത് ക്രിയേറ്റർ എന്നുള്ള അല്ലെങ്കിൽ ഗാർഡിയൻ എന്നുള്ള ഒരു കോൺഷ്യസ്നെസ് കുട്ടികളിൽ കൊടുക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസ്. ക്ലിയർ ആണോ? സാബിറ മാം, ഓക്കെ. ഓക്കെ, ഇനി ഏത് രീതിയിൽ നമുക്ക് ഈ ഒരു ഗാർഡിയൻ റോളിൽ നിന്നുകൊണ്ട് പാരന്റിങ് ചെയ്യാം എന്നുള്ളതുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾക്ക് കിട്ടിയിട്ടുള്ള പാരന്റിങ്ങിൽ എത്രത്തോളം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഗാർഡിയൻ എന്നുള്ള റോള് ഫീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാം. ചില സമയങ്ങളിലൊക്കെ നമ്മൾ പാരന്റ്സിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ചില മൊമെന്റുകളിൽ നമുക്കൊരു ആ ലവ് എന്ന് പറഞ്ഞൊരു ഫീലിംഗ് ഫീൽ ചെയ്തിട്ടുള്ള മൊമെന്റുകൾ ഉണ്ടായിട്ടുണ്ടാവും. നമ്മളൊരു കുട്ടി ആയിരിക്കുന്നവരെ, നമ്മളിപ്പോ ഒരു 4 വയസ്സ് വരെ അല്ലെങ്കിൽ ഒരു ഏജ് ഉണ്ട്, ആ ഒരു ഏജ് വരെ നമ്മൾ ഭയങ്കര നമ്മുടെ ചൈൽഡ്ഹുഡും, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളെ ചൈൽഡ്ഹുഡിലുള്ള നമ്മൾ ആസ് എ പാരന്റ്, അതെ സോറി, നമ്മൾ ആസ് എ ചൈൽഡ്, നമ്മളിപ്പോ പാരന്റ് ആയിരിക്കാം, പക്ഷെ നമ്മളൊരു കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം ആ ലവ് അല്ലെങ്കിൽ ഗാർഡിയൻ, നർച്ചറർ എന്നുള്ള ഫീലിംഗ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതാണ് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുക. പല പാരന്റ്സും പറയാറുണ്ട്, കുട്ടി കുറച്ചൊന്ന് ഏജ് ആയി കഴിഞ്ഞ സമയത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല, ബുദ്ധിമുട്ട് വരുന്നു. അപ്പൊ നമ്മൾ നമ്മുടെ ചൈൽഡ്ഹുഡിൽ ഒന്ന് ശ്രദ്ധിക്കുക, ഓക്കെ, എനിക്ക് എത്രത്തോളം ഈ ഗാർഡിയൻ ഫീലിംഗ് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ എത്രത്തോളം ഈ ലവ് എന്ന് പറയുന്ന ഫീലിംഗ് അല്ലെങ്കിൽ നർച്ചറൻസ് എന്ന് പറയുന്ന സംഭവം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ചായിരിക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക. പക്ഷെ ചില പാരന്റ്സ് പറയാറുണ്ട്, കുട്ടി കുറച്ച് അതായത് വലിയ ക്ലാസ്സിൽ എത്തുന്ന സമയത്ത്, ഇപ്പം പാരന്റ് ചിലപ്പോൾ കുറച്ച് എഡ്യൂക്കേഷനോ കാര്യങ്ങളോ കുറവാണെങ്കിൽ കുട്ടികൾ ഹയർ ക്ലാസ്സസിലേക്ക് പോകുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് പറഞ്ഞു കൊടുക്കാനൊന്നും ഈ പാരന്റിന് പറ്റണം എന്നില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില കാര്യങ്ങളിൽ നമുക്ക് ഈ നർച്ചറർ അല്ലെങ്കിൽ ഒരു പരിപാലനം കൊടുക്കാൻ പറ്റാത്തത് ഉണ്ടായിരിക്കാം. അതായത് എപ്പോഴും ബുദ്ധിമുട്ടായിട്ട് പാരന്റ്സ് പറയുന്ന ഒരു കാര്യം, കുട്ടിയെ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സംഭവം അത്രയും ഇമ്പോർട്ടന്റ് ആണ്, കുട്ടിക്ക് നമുക്ക് കൊടുത്തേ പറ്റുള്ളൂ. പക്ഷെ പാരന്റിന് പഠിപ്പിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു ഏജ് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യണം, കുട്ടികളെ സ്കൂളിൽ വിടണം, അവർക്ക് അവിടെ പഠിപ്പിച്ചു കൊടുക്കണം. പക്ഷെ ചില സമയങ്ങളിൽ പാരന്റിന് അറിയാത്ത കാര്യങ്ങൾ വരുമ്പം കുട്ടികൾക്ക് എന്ത് ചെയ്യും, അല്ലെങ്കിൽ പാരന്റിന് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വരുമ്പോൾ പാരന്റിന് ഒരു ഇൻഫീരിയർ ഈഗോ ഓണാവും. എന്ന് പറഞ്ഞാൽ ഓക്കെ, എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് പഠിപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഫീലിംഗ് ഇങ്ങനെ കയറി വരുന്ന സമയത്ത് അവിടെ ചിലപ്പം പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടാവും, അല്ലെങ്കിൽ പഠിപ്പിക്കാനിരിക്കുന്ന സമയത്ത് അവർ തമ്മിൽ പ്രശ്നങ്ങൾ വരും, പാരന്റും കുട്ടിയും തമ്മിൽ പ്രശ്നങ്ങൾ വരും. അവിടെ പാരന്റ് ശ്രദ്ധിക്കേണ്ട കാര്യം, ചില കാര്യങ്ങളിൽ
എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എന്റെ കുട്ടിയിൽ ഈ ഒരു സംഭവം കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ഒരു ടീച്ചറോ അല്ലെങ്കിൽ ഒരു ഗുരുവായിട്ടുള്ള ഒരാളിലേക്ക് ഞാൻ എൻ്റെ കുട്ടിയെ സറണ്ടർ ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ സ്കൂളിൽ വിട്ടിട്ട് കുട്ടികളെ പഠിപ്പിക്കണം എന്നുള്ള രീതിയിൽ. അപ്പൊ നമ്മൾ ഒരിക്കലും എന്ത് ചിന്തിക്കാൻ പാടില്ല, ഓക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗാർഡിയൻ എന്നുള്ളത് ആർക്ക് വേണമെങ്കിലും ആകാം, അല്ലെ? പലപ്പോഴും അല്ലെങ്കിൽ പാരന്റ്സ് സറണ്ടർ ചെയ്യാത്തത് കൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഫീലിംഗ് ഇങ്ങനെ കയറി വരുന്നത് കൊണ്ട് അവർക്ക് പലപ്പോഴും കുട്ടികളുടെ പഠനം എന്നാലോചിക്കുമ്പോൾ എനിക്ക് പറ്റിയിട്ടില്ലല്ലോ, എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഇൻഫീരിയർ ആയിട്ടുള്ള കാര്യമാണ് എനിക്ക് ഓർമ്മ, അല്ലെങ്കിൽ ഒരു പാരന്റിന് ഓർമ്മ വരാം. അപ്പൊ ചിലപ്പോൾ കുട്ടികളെ നന്നായിട്ട് സറണ്ടർ ചെയ്യാത്തത് കൊണ്ട് കുട്ടികൾ ചിലപ്പോൾ അവരുടെ കൂട്ടുകെട്ടുകളിലോ അല്ലെങ്കിൽ അവരുടെ സൊസൈറ്റിയിലോ പ്രശ്നങ്ങൾ സംഭവിക്കാം, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ സംഭവിക്കാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളിൽ ഞാൻ എൻ്റെ കുട്ടിയെ സറണ്ടർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുട്ടിയെ ഏതെങ്കിലും ഒരു ഇത് പറ്റുന്ന രീതിയിലേക്ക് ഞാൻ എത്തിച്ചു കൊടുക്കുന്നു. അപ്പൊ അവിടെ ഒരു ടീച്ചറിന്റെ റോള് വരുന്ന സമയത്ത് ആ കുട്ടിയിൽ എന്ത് ചെയ്യും, അത്രയും ആ കുട്ടിക്ക് കിട്ടേണ്ട കാര്യങ്ങൾ എന്താണോ, നർച്ചർ ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ എന്താണോ അത് ചെയ്യപ്പെടും എന്നുള്ളതാണ്. ക്ലിയർ ആണോ? Yes. ഓക്കെ. Yes. ഓക്കെ, താങ്ക് യു. ഓക്കെ. പിന്നെ പാരന്റിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫിയർ പ്രോഗ്രാംഡ് ആയിട്ടുള്ള ഒരു പാരന്റ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന രണ്ട് രീതിയിൽ പറയാം. ഒന്ന്, സീരിയസ് ആയിട്ട് നമ്മൾ പാരന്റിങ് ചെയ്യാം, അല്ലെ? ചില ആളുകളൊക്കെ എന്ത് ചെയ്യും, ഈ പാരന്റിങ്ങിന്റെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് വീട്ടിൽ ചെന്നിട്ട് പറയും, കണ്ടോ ഇങ്ങനെയല്ല അങ്ങനെ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് ആ കാര്യങ്ങൾ എടുക്കും. അവിടെ എന്താ സംഭവിക്കുന്നത്, ഓക്കെ എനിക്ക് കുറെ അറിവുകൾ കിട്ടിയിട്ടുണ്ട്, ഇതൊക്കെ കുട്ടികൾക്ക് കൊടുക്കണം, കുട്ടികളെ ഇങ്ങനെ പാരന്റിങ് ചെയ്യണം, കുട്ടികൾ ആ രീതിയിൽ വളർത്തണം, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടിക്ക് പ്രശ്നമാണ് എന്ന രീതിയിൽ ഭയങ്കര സീരിയസ് ആയിട്ട് ഒരു ആവേശം, നമ്മൾ ആവേശ് കുമാർ എന്ന് പറയും, ഈ ആവേശത്തിൽ പാരന്റിങ് ചെയ്യുന്ന സമയത്ത്, പാരന്റിങ് ചെയ്യുന്ന സമയത്ത് അവിടെ പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും, അല്ലെ? പക്ഷെ നമ്മൾ സിൻസിയർ ആയിരിക്കുക എന്നുള്ളതാണ്. സിൻസിയർ ആയിട്ട് പാരന്റിങ് ചെയ്യുന്ന സമയത്താണ് അവിടെ നമുക്ക് എന്ത് വേണ്ടത്, ഡിസിപ്ലിൻ എന്ന് പറഞ്ഞ സംഭവം വേണം. അതുപോലെ കുറച്ച് സ്ട്രെങ്ത് ആവശ്യമാണ്, അതുപോലെ ഒരു ബാലൻസിങ് ആവശ്യമാണ്. ഈ ടീനേജിലുള്ള കുട്ടികളൊക്കെ നമ്മൾ പാരന്റിങ് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ എല്ലാവരെയും പോയിട്ട് നന്നാക്കാനൊന്നും കഴിയില്ലല്ലോ. പക്ഷെ ചില സമയത്തൊക്കെ എനിക്ക് കണക്ട് ചെയ്യുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാറുള്ള സംഭവം, ബാലൻസിങ് അത്യാവശ്യമാണ്. നമ്മൾ ഭയങ്കര ആവേശ് കുമാറായിട്ട് അങ്ങനെയല്ല, ഇങ്ങനെയാണ്, ഞാൻ എൻ്റെ സമയത്തൊക്കെ ഇങ്ങനെ ചെയ്തത്, നിനക്ക് ഇങ്ങനെ ചെയ്തൂടെ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് നോക്കി കാണുന്ന സമയത്ത് അവിടെ ചിലപ്പോൾ ഒന്നും വർക്കാവില്ല. നമ്മൾ അവിടെ സിൻസിയർ ആകണം എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാരന്റിന് ഒരു ഇൻഫീരിയർ ആയിട്ടൊരു ഫീലിംഗ് വരാണ്, എനിക്കിതൊന്നും പറ്റുന്നില്ലല്ലോ, എനിക്കിതൊന്നും അറിയില്ലല്ലോ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ടെക്നോളജി കാര്യങ്ങളൊന്നും ചിലപ്പോൾ കുറച്ച് മുൻപുള്ള ആളുകൾക്ക് എന്ത് ചെയ്യൂല, ഇവർക്ക് കത്തൂല. അപ്പൊ അവരെന്ത് വിചാരിക്കും, ഓക്കെ ഓൾഡ് ജനറേഷൻ ന്യൂ ജനറേഷൻ എന്നുള്ള രീതിയിൽ പറയും. ഇത് ജനറേഷന്റെ കുഴപ്പമല്ല, കാരണം ഈ നമ്മളിപ്പൊ നിൽക്കുന്നതിൽ നിന്ന് അപ്ഡേറ്റ് ആവാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ്. ഇന്നലെ ലബീബ മാം അപ്ഡേറ്റ് ആവണം എന്നുള്ളതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ പറഞ്ഞു, അല്ലെ? എന്താണ്, ടെക്നോളജി മുന്നോട്ട് ഇങ്ങനെ പോവാണ്, സോഫ്റ്റ്വെയർ ഒക്കെ അപ്ഡേറ്റ് ആവാണ്. അപ്പൊ നമ്മൾ നമ്മുടെ മൈൻഡിലും ഈ അപ്ഡേഷൻസ് കൊടുത്തോണ്ടിരിക്കണം. അപ്പം ഇൻഫീരിയർ ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ചിലപ്പം ആവേശ് കുമാർ ആയിട്ട് സീരിയസ് ആയിട്ട് പാരന്റിങ്ങിനെ നോക്കിക്കാണും. പക്ഷെ സിൻസിയർ ആയിട്ട് നമ്മൾ നോക്കിക്കാണുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഉത്തരവാദിത്തമല്ല, ബാലൻസിങ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. അതുപോലെ നമുക്കൊരു കറേജ് ഉണ്ടാവും. പിന്നെ പ്രത്യേകമായിട്ട് ഞാൻ ഇവിടെ ഉള്ള പാരന്റ്സിനോടൊക്കെ ജസ്റ്റ് ഒരു അപേക്ഷ പോലെ പറയാണ്, നിങ്ങൾ ഒരിക്കലും ലേണിംഗ് അല്ലെങ്കിൽ പഠനം എന്ന് പറയുന്ന സംഭവത്തിനെ എന്ത് ചെയ്യരുത്, സ്കൂളിൽ പോയിട്ട് കോളേജിൽ പോയിട്ട് പഠിക്കുന്ന ഒരു സംഭവമാണെന്ന് നോക്കി കാണരുത്. ഒരിക്കലും അങ്ങനെയല്ല. ലേണിംഗ് എന്ന് പറയുന്നത്, അറിവ് നേടുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് എവിടെ നിന്നും നേടാം, നിങ്ങളുടെ കുട്ടികളിൽ നിന്നും നേടാം. അതായത് കുട്ടികൾ കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആയിട്ട് അവരുടെ ബ്രെയിനിന്റെ സ്റ്റഡീസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാല് ഈ ഒരു കാലഘട്ടത്തിന് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ബ്രെയിൻ ആയിട്ടാണ് കുട്ടികൾ ജനിക്കുന്നത്. കാരണം അവർക്ക് ഫുൾ ടെക്നോളജി ആണെങ്കിലും എല്ലാത്തിലും അപ്ഡേഷൻസ് ഉണ്ട്. അപ്പൊ അവരിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഇൻഫീരിയർ ഈഗോ ഒക്കെ അവിടെ വെച്ചിട്ട് നമ്മൾ പഠിക്കാൻ റെഡി ആക്കണം. അപ്പൊ അവിടെ കറേജ് അല്ലെങ്കിൽ ഒരു ബാലൻസിങ് കാര്യങ്ങൾ ആവശ്യമാണ്.
ഇപ്പൊ നമ്മൾ പ്രകൃതിയുടെ കാര്യം തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്രിയേറ്റർ എങ്ങനെയാ ചെയ്യുന്നത്? അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കാര്യങ്ങളൊക്കെ പരിപാലിക്കുന്നുണ്ട്, ബാലൻസിങ് ചെയ്യുന്നുണ്ട്. ചില സമയങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പം മനുഷ്യന്റെ ക്രൂരതകൾ അല്ലെങ്കിൽ മനുഷ്യന് പ്രകൃതിയോട് ചെയ്യുന്ന കാര്യങ്ങൾ, അതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ബാലൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രകൃതിക്ഷോഭങ്ങളെ കുറിച്ചൊക്കെ ഡിവൈൻ പ്ലാൻ എന്നുള്ള രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ മനസ്സിലാകും എന്ത്? അത് ക്രിയേറ്ററിന്റെ ഒരു ബാലൻസിങ് ആണ്. നമ്മൾ പ്രകൃതിയെ എത്രത്തോളം ഉപദ്രവിക്കുന്നുണ്ടോ അത്രത്തോളം അത് ബാലൻസ് ചെയ്യാനുള്ള കാര്യങ്ങളും നമ്മളെ ക്രിയേറ്റർ ഇവിടെ ചെയ്യുന്നുണ്ട് എന്നാണ്. അപ്പം കുറെ ഡിസാസ്റ്റേഴ്സ് ഒക്കെ എന്താണ്? മാൻമെയ്ഡ് ആണ്. മനുഷ്യന് അവന്റെ പ്രവൃത്തികൾ കൊണ്ട്, മനുഷ്യൻ അവന്റെ ഈഗോ കാരണം ഉണ്ടാക്കുന്നതാണ്. അപ്പൊ അവിടെ ക്രിയേറ്റർ ഒരു ബാലൻസിങ് കൊണ്ടുവരുന്നുണ്ട്. ഇതേ രീതിയിൽ പാരന്റ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? പാരന്റിങ്ങിലും ചില സമയങ്ങളിൽ ബാലൻസിങ്ങും പ്രിക്വേഷൻസ് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതൊക്കെ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് പാരന്റിങ് അടിപൊളിയാക്കുന്നത്. അല്ലാതെ നമ്മൾ ഒരുപാട് പാരന്റിങ് ക്ലാസ്സുകളും സെഷൻസ് ഒക്കെ എന്റെ പാരന്റിങ് ഒന്ന് റെഡി ആക്കണം എന്ന് വിചാരിച്ച് ക്ലാസ്സിൽ പോയതുകൊണ്ട് റെഡി ആകണം എന്നില്ല. നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടതുണ്ട്? പ്രിക്കോഷൻസും, അതായത് നമ്മൾ ചില കാര്യങ്ങളിൽ നമ്മൾ മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്, ബാലൻസിങ് ചെയ്യേണ്ടതുണ്ട്. ഇതിലൂടെയാണ് നമുക്ക് പാരന്റിങ് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് പറ്റുക. ക്ലിയർ ആണോ? ഒരു ഓക്കെ, ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, യെസ്. ഇനി ജസ്റ്റ് മെൻഷൻ ചെയ്യാനുള്ള ഒരു കാര്യം, പാരന്റ്സിൽ വരുന്ന ആൻസൈറ്റികൾ ഉണ്ടാവും. ഇങ്ങനെ ആയിപ്പോവോ, ഇങ്ങനെ ആയിപ്പോവോ എന്നുള്ള കുറെ ആൻസൈറ്റികൾ. ഈ ആൻസൈറ്റികളൊക്കെ വരുന്നത് ചിലപ്പോൾ നമ്മളിൽ അറിവില്ലാത്തതിന്റെ അവസ്ഥയായിരിക്കാം. ഇപ്പം പലരും പറയാറുണ്ട് എന്ത് എന്റെ കുട്ടിക്ക് മഴ കൊണ്ടാൽ പനി വരും, അല്ലെങ്കിൽ എന്താണ് മണ്ണിൽ കളിച്ചു കഴിഞ്ഞാൽ ചൊറി വരും, ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ. ഇത് പാരന്റ്സില് അറിവിന്റെ അല്ലെങ്കിൽ അവർക്ക് അറിവില്ലാതെ അവർ കുട്ടികളിലേക്ക് കൊടുത്തോണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ പാരന്റ്സിൽ വരുന്ന അധികം ഒരു അണീസിനെസ് അല്ലെങ്കിൽ ആങ്സൈറ്റി, ഈ കാര്യങ്ങളൊക്കെ ഈ ഫിയർ പ്രോഗ്രാം ഒക്കെ പോലെ നമ്മുടെ പാരന്റ്സിൽ നിന്നും ഇങ്ങനെ വരുന്ന കാര്യങ്ങളായിരിക്കും. അപ്പൊ നമ്മൾ ഒരിക്കലും ആ രീതിയിൽ ഉള്ള ഒരു പ്രോഗ്രാമുകൾ നമ്മുടെ കുട്ടികളിലേക്ക് ഇങ്ങനെ കൊടുക്കാതിരിക്കുക, ട്രാൻസ്ഫർ ചെയ്യാതിരിക്കുക, അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ കേട്ട് വളർന്നിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പൊ നമ്മൾ ആ രീതിയിലാണ്, നമ്മളെ ബിലീഫ് സിസ്റ്റത്തിൽ പോലും അത് അത്രയും ഡീപ്പായിട്ട് കിടക്കുന്നത് കൊണ്ട് നമ്മൾ നമ്മുടെ കുട്ടിയിലും അത് തന്നെ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പൊ ആ കുട്ടിയിലേക്ക് നമ്മൾ എന്റെ കുട്ടിക്ക് മഴ കൊണ്ടാൽ പനി വരും എന്നുള്ള സംഭവം റിപ്പീറ്റഡ് ആയിട്ട് പറയുമ്പോൾ കുട്ടിയിൽ അത് എന്തായാലും റിയാലിറ്റിയിൽ സംഭവിക്കും. കാരണം എന്താണ്? പാരന്റിൽ നിന്ന് ഏതൊക്കെ രീതിയിൽ കുട്ടികളിലേക്ക് കൊടുക്കുന്നോ അതിന്റെ സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ടോ അതൊക്കെ കുട്ടിയിൽ റിയാലിറ്റി ആയിട്ട് സംഭവിക്കും. കാരണം പാരന്റിൽ അത്രയും എന്തുണ്ട്? എനർജി കണക്ഷന് കുട്ടികളുമായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഈ കാര്യങ്ങൾ, ഇതുപോലെയുള്ള ആങ്സൈറ്റികൾ അല്ലെങ്കിൽ എന്താ പറയാ ഇങ്ങനെയുള്ള, ഇപ്പം പലരും പറയാറുള്ളത് അയൽവക്കത്തുള്ള കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അത് നമ്മൾ നമ്മുടെ കുട്ടിയുമായിട്ട് റിലേറ്റ് ചെയ്യും. എന്റെ കുട്ടിക്ക് അത് സംഭവിക്കും, അല്ലെങ്കിൽ അവിടുത്തെ കുട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ വരെ നമ്മുടെ കുട്ടിയാണ്. അപ്പൊ എന്ത് ചെയ്യും? എന്റെ കുട്ടിക്ക് അത് സംഭവിച്ചാൽ എങ്ങനെ ഉണ്ടാവും? നമ്മൾ ചിലപ്പോൾ മൈൻഡിൽ പിക്ചറൈസ് ചെയ്തിട്ടുണ്ടാവും. നമ്മളെ മൈൻഡിന്റെ പവർ, സബ് കോൺഷ്യസിന്റെ പവർ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അത്രത്തോളം പവർഫുൾ ആണ്. അപ്പൊ നമ്മൾ നമ്മുടെ കുട്ടിയെ കുറിച്ച് ഫ്രീക്വന്റ് ആയിട്ട് ആങ്ഷ്യസ് ആകുന്ന തോട്ടുകൾ അല്ലെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് കുട്ടികളിലേക്ക് നമ്മൾ കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഹാപ്പൻ. പക്ഷെ അത് സംഭവിക്കാതെ നോക്കേണ്ടത്, അതിനെ നമ്മൾ ഒരു റീപ്രോഗ്രാം എന്ന് പറഞ്ഞ പോലെ ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. കാരണം ഒരിക്കലും ജനറേഷണൽ ആയിട്ടുള്ള പാറ്റേണുകൾ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റില്ല. അതും ഇന്നലെ ലബീബ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്ത് നമ്മുടെ പാരന്റ്സിന് കിട്ടിയിട്ടുണ്ടായിരിക്കുക അവരുടെ പാരന്റ്സിൽ നിന്നും കിട്ടിയിട്ടുള്ള ഒരു പാരന്റിങ് ആണ്. അപ്പൊ നമ്മൾ അത് തന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ലേൺ ചെയ്ത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അവിടെയാണ് ഈ പാരന്റിങ് അപ്ഡേറ്റ് ചെയ്യണം അല്ലെങ്കിൽ പാരന്റിങ്ങിനെ കുറിച്ച് കൂടുതൽ പഠിക്കണം എന്ന് പറയുന്നത്. പലരും ചോദിക്കും പാരന്റിങ്ങിൽ ഇപ്പൊ എന്താ പഠിക്കാനുള്ളത്, ഞാൻ ഇതുവരെ പാരന്റിങ് പഠിച്ചിട്ടാണോ ചെയ്തത് എന്നുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ ഇവിടെയാണ് പാരന്റിങ്ങിൽ നമ്മൾ എത്രത്തോളം അപ്ഡേഷൻസ് വരണം എന്ന് പറയാനുള്ള കാര്യം.
കാരണം ഇപ്പൊ നമ്മൾ ചെറുതായിരിക്കുന്ന സമയത്ത് നമ്മളെ കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഓ ന്യൂ ജനറേഷൻ ഓൾഡ് ജനറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോഴും അതേ സംഭവം വരുന്നു. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾഡ് ആകും, അവര് ന്യൂ ആകും, പിന്നെ അടുത്ത ജനറേഷൻ വരുമ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ പറയും ന്യൂ ജനറേഷൻ. ആ ഒരു പ്രശ്നമല്ല ഇവിടെ വരുന്നത്. ഈ ഓൾഡ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ആളുകൾ അപ്ഡേറ്റ് ചെയ്യാൻ റെഡി ആവാത്തത് കൊണ്ടാണ്. അപ്പൊ അപ്പോഴാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, ഓക്കെ ഇങ്ങനൊക്കെ ഉണ്ടല്ലേ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കാൻ വേണ്ടി തുടങ്ങാം. ക്ലിയർ ആണോ? ജസ്റ്റ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇതുവരെ ഉള്ളത് ക്ലിയർ ആണോ? അതെ മാം. ഓക്കെ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പാരന്റ് ആസ് എ ഗാർഡിയൻ എന്നുള്ള റോളിന്റെ ഒരു ഇമ്പോർട്ടൻസും കൂടെ പറഞ്ഞുതരാം. അതായത് നമ്മള് കുട്ടികൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ക്രിയേറ്ററിന്റെ, സൃഷ്ടാവിന്റെ പ്രതിനിധിയായിട്ട്, ഖുറാനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ത്, നിങ്ങളെ ഞാൻ എന്റെ പ്രതിനിധിയായിട്ടാണ് ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യണം, ആ പ്രതിനിധിയായിട്ട് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പം ഇവിടെ ഇത് ചെയ്യാതിരിക്കുന്ന സമയത്ത് ഓക്കെ, അപ്പൊ പ്രതിനിധിയായിട്ട് നിൽക്കാൻ നമുക്ക് പറ്റാതിരിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക, കുട്ടികളിൽ സ്പിരിച്വൽ എക്സ്പീരിയൻസുകൾ കുറവായിരിക്കും. ഇപ്പം നമ്മൾ പഠിക്കുന്ന സമയത്ത് മെയിനായിട്ട് കാണുന്ന ഒരു കാര്യമാണ് റിലീജിയസ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അതായത് ആർക്കും എന്ത് ചെയ്യുന്നില്ല, ഒരു ക്രിയേറ്റർ അല്ലെങ്കിൽ സൃഷ്ടാവ് അല്ലെങ്കിൽ ദൈവം എന്നുള്ളൊരു ഫീലിംഗ് കുട്ടികൾക്ക് കിട്ടുന്നില്ല. അവിടെ ഒരു ഗ്യാപ്പ് വരാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് ഈ ഫീലിംഗ് അവരിൽ വരാനുള്ള കാരണം ഒന്നുകിൽ എന്തായിരിക്കാം, ആ ഫിയർ പ്രോഗ്രാം ആയിരിക്കാം, അല്ലെങ്കിൽ പേടിപ്പിച്ച് നിർത്തുന്ന ഒരു കാര്യമായിരിക്കാം. അത് പാടില്ല. രണ്ടാമത് വരുന്ന ഒരു കാര്യം, ചിലപ്പം അവർക്ക് ആ ഒരു ഫീലിംഗ് എവിടെ നിന്നും കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. അപ്പൊ നമ്മൾ എത്രത്തോളം നമ്മുടെ ക്രിയേറ്ററിന്റെ സ്നേഹം, ക്രിയേറ്ററിന്റെ ഒരു കൈൻഡ്നെസ്, ക്രിയേറ്ററിന്റെ ഒരു മേഴ്സി കുട്ടികളിലേക്ക് കൊടുക്കുന്നുണ്ടോ, അത്രത്തോളം കുട്ടികൾക്ക് എന്ത് ചെയ്യും, സ്പിരിച്വൽ എക്സ്പീരിയൻസുകൾ കിട്ടും എന്നുള്ളതാണ്. നമ്മൾ സ്പിരിച്വൽ പാരന്റിങ്ങിൽ പറയുന്ന സമയത്ത് കുറച്ച് ടൈം ഉണ്ടല്ലോ അല്ലെ? ഓക്കെ, സ്പിരിച്വൽ പാരന്റിങ്ങിൽ പറയുന്ന സമയത്ത് ശരിക്കും പാരന്റ് ഒരു ചാനൽ മാത്രമാണ്. നമ്മൾ വിചാരിക്കും ഇത് എന്റെ കുട്ടിയാണ്, ഞാൻ ജനിപ്പിച്ച കുട്ടിയാണ് എന്ന് നമ്മൾ വിചാരിക്കും. നമ്മൾ കാക്കക്ക് എന്തായിരുന്നു, തൻ കുഞ്ഞ് പൊൻ കുഞ്ഞെന്ന് പറയുന്ന പോലെ, കറക്റ്റ് ആണല്ലോ അല്ലെ? ആ രീതിയിലായിരിക്കും പാരന്റ്സിന്. പക്ഷെ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ഗാർഡിയൻ എന്നുള്ള ഫീലിംഗിൽ ചിന്തിച്ചു നോക്കിയാലോ? നോ, അതെന്താണ്, നമ്മളൊരു ചാനൽ മാത്രമാണ്. നമ്മൾ പറയും മാതാവിന്റെ ഗർഭപാത്രം എന്താണ്, കുട്ടിക്ക് വരാനുള്ള ഒരു ചാനൽ മാത്രമായിരുന്നു, കുറച്ച് കാലം താമസിക്കാനുള്ള ഒരു ചാനൽ മാത്രമായിരുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കും ഓക്കെ എന്റെ കുട്ടിയാണ് എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എന്റെ സൃഷ്ടാവ് എനിക്ക് തന്നിട്ടുള്ള ഒരു കുട്ടിയാണ്, ആ കുട്ടിക്ക് ഭൂമിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായിരുന്നു, ഒരു ചാനലായിരുന്നു. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഓക്കെ എവിടെ നിന്നാണ് ഈ കുട്ടി വന്നത്, ആ വന്ന സ്ഥലത്തേക്ക് കുട്ടിയെ കണക്ട് ചെയ്ത് കൊടുക്കാം അല്ലെ? നിന്നെ തന്നിട്ടുള്ള ദൈവം, നിന്നെ എനിക്ക് തന്നിട്ടുള്ള ദൈവം. അതുകൊണ്ടാണ് നമ്മൾ കുട്ടികൾ വരദാനമാണ്, കുട്ടികൾ നിധിയാണെന്നൊക്കെ പറയുന്നത്. പക്ഷെ ചില കുട്ടികൾ അല്ല, ചില പാരന്റ്സ് പറയുന്നത് ഹോ എന്റെ വിധി അല്ലെ, ആ രീതിയിൽ പറയാറുണ്ട്. പക്ഷെ ശരിക്കും എന്താണ്, സ്പിരിച്വൽ പാരന്റിങ്ങിൽ കുട്ടികൾ നിധിയാണ്. അപ്പൊ ആ സംഭവത്തിലേക്ക് നമുക്ക് വൺനെസ്സിലേക്ക് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാൻ എന്ത് ചെയ്യണം, പാരന്റ്സിന് പറ്റണം. അത് പറ്റാതിരിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, കുട്ടികളിൽ ഈ റിലീജിയസ് ഡിപ്രഷൻ പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നത്. അപ്പം ഇവിടെ ഇപ്പൊ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ റിലീജിയസ് പ്രാക്ടീസിൽ പറയുന്ന നിസ്കാരം അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രാക്ടീസുകൾ പറയാറുണ്ട്. അപ്പം അത് നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് ഇന്നലെ ലബീബ മാം അതിനെ ബ്യൂട്ടിഫുൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അതായത് ഒരു 3 years ഗ്യാപ്പ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതേപോലെ നമുക്ക് 3 രീതിയിൽ എന്ത് ചെയ്യാം, കുട്ടികളിലേക്ക് ഈ ഒരു സംഭവങ്ങൾ അല്ലെങ്കിൽ ക്രിയേറ്ററിനെ കുറിച്ച്, ദൈവത്തിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഒന്നാമത്തേത് എന്താണ്, സ്നേഹം. അതിലാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ച പാരന്റ് ആസ് എ ഗാർഡിയൻ. അതായത് ഒരു പരിപാലകൻ, ഒരു സ്നേഹിക്കുന്ന, പരിപാലിക്കുന്ന, കെയർ ചെയ്യുന്ന, എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്ന സ്നേഹത്തിലായിട്ടുള്ള ഒരു ക്രിയേറ്റർ. അത് നമുക്ക് എന്ത് ചെയ്യാം, പഠിപ്പിച്ചു കൊടുക്കാം കുട്ടികൾക്ക്.
പിന്നെ അത് വർക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റിവാർഡ് എന്നുള്ള രീതിയിൽ അല്ലെ. ഇപ്പൊ കുട്ടികളുടെ അടുത്ത് പറയാം നിസ്കരിക്കുന്ന പറയുന്ന സമയത്ത് എന്തിനാ നിസ്കരിക്കുന്ന എന്നുള്ള രീതിയിൽ നമ്മൾ കുട്ടികൾ ചോദിക്കുന്ന സമയത്ത് കൂലി കിട്ടും, സ്വർഗം കിട്ടും എന്നുള്ള രീതിയിൽ നമുക്കൊരു റിവാർഡ് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, അവിടെ കുട്ടികൾക്ക് ആ ഒരു പ്രാക്ടീസുകളെ കർമ്മങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം, ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കാം. അല്ലാതെയുള്ള സംഭവം എന്താണ്, ഇനി അതും വർക്കായിട്ടില്ലെങ്കിൽ മൂന്നാമത് വരുന്നതാണ് ഫിയർ എന്ന് പറയുന്നത്. പേടിപ്പിച്ചിട്ട് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, നരകത്തിൽ കൊണ്ടുപോയി ഇടും എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികളിൽ ആ ഫിയർ വരും, ചിലപ്പോൾ വർക്കാവും. പക്ഷെ പല പാരന്റ്സും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ മൂന്നാമത്തെ ലെവലായിട്ടുള്ള അല്ലെങ്കിൽ മൂന്നാമത്തെ തലത്തിൽ കിടക്കുന്ന ഫിയറിലാണ്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, സ്നേഹം എന്നുള്ള സംഭവമാണ്. അത് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ മാത്രമാണ് അവർക്ക് അവരുടെ ക്രിയേറ്റർ ദൈവവുമായിട്ടുള്ള കണക്ഷന് കിട്ടുക. അല്ലാന്നുണ്ടെങ്കിൽ അവർക്കത് മിസ്സാകും. അത് മിസ്സാകുന്ന സമയത്താണ് കുട്ടികളിൽ ആങ്സൈറ്റി, സ്ട്രെസ്, അല്ലെങ്കിൽ അവർക്ക് ഒന്നും കണക്ഷൻ കിട്ടുന്നില്ല, ടെൻഷൻസ് വരുന്നു, സറണ്ടറൻസ് കിട്ടുന്നില്ല. ഈ രീതിയിൽ അവർ വഴി തെറ്റിപ്പോകുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് അവർ ചെന്ന് ചാടുക, ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ അവർക്ക് ആ സ്നേഹം ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് നമ്മളും അവരും തമ്മിൽ എപ്പോഴും കണക്റ്റഡ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾക്ക് അവരിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ നമ്മള് പറയുന്ന സമയത്ത് വേറൊരു കാര്യം പറയാൻ, കുളിക്കുന്ന ഒരു എക്സ്പീരിയൻസ് അല്ല കാര്യം. ഇപ്പൊ മോനെ പോയി കുളിക്കുന്ന പറയുമ്പോൾ എന്തിനാണ്, ശുദ്ധിയാകാൻ വേണ്ടിയിട്ടാണ് കുളിക്കുന്നത്. പക്ഷെ നമ്മൾ പറയും കുളിച്ചാൽ എനിക്ക് മുട്ടായി തരാം. ആ രീതിയിൽ നമ്മൾ റിവാർഡ് പറഞ്ഞു കൊടുക്കും. അല്ലെങ്കിൽ കുളിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ ചെയ്യും എന്നുള്ള രീതിയിൽ നമ്മൾ ഫിയർ പേടിപ്പിക്കും. കുളിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. ഫുഡ് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യാറുണ്ട്, പാരന്റ്സ് പേടിപ്പിച്ചിട്ട് ഫുഡ് കൊടുക്കാറുണ്ട്. ആ രീതിയിൽ നമ്മൾ ഫിയർ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളിലും ആ സംഭവമായിരിക്കും വർക്ക് ആവുന്നുണ്ടാവുക. അപ്പം നമ്മൾ ചെയ്യേണ്ട 3 തലങ്ങളുണ്ട്. ഒന്ന് സ്നേഹത്തിൽ നിന്നുകൊണ്ടാണ്, ഒന്ന് അല്ലെങ്കിൽ റിവാർഡുകൾ പറഞ്ഞുകൊണ്ടാണ്, മൂന്നാമത്തതാണ് ഫിയർ. അപ്പൊ നമ്മൾ ഒരിക്കലും ഫസ്റ്റിൽ തന്നെ മൂന്നാമത്തേത് കൊണ്ടുപോയിട്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ സ്നേഹത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം. പലരും പറയാറുണ്ട് എന്റെ കുട്ടി ഞാൻ പറഞ്ഞാൽ കേൾക്കൂലെന്ന്. അപ്പൊ തിരിച്ചു ചോദിക്കാനുള്ള പറയുന്ന രീതി ഏതാണെന്നുള്ളതാണ്. അതായത് നമ്മൾ ഏത് രീതിയിലാണ് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പം കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ട രീതി ഏതാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പേഴ്സണാലിറ്റി ടൈപ്സിനെ കുറിച്ച് പറയാറുണ്ട്. അത് വേറെ തന്നെ ടോപ്പിക് ാണ്. കുറെ കുട്ടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് മനസ്സിലാകും. അപ്പൊ ഈ സ്നേഹം എന്ന് പറഞ്ഞ സംഭവം, എന്റെ റബ്ബ് സ്നേഹമാണ്, എന്റെ ക്രിയേറ്റർ എനിക്ക് ഈ ഒരു നർച്ചറൻസ് തരുന്നത് എന്നോട് സ്നേഹം ഉണ്ടായിട്ടാണ് എന്നുള്ള ഒരു സംഭവം നമ്മൾ കുട്ടിയിൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലാണ് കുട്ടിക്കും ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുക. അല്ലെങ്കിൽ കുട്ടിക്ക് ആ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് അവിടെ ലാക്ക് ആകും എന്നുള്ളതാണ്. ഇതായിരുന്നു ലാസ്റ്റ് ഉള്ള ഒരു പോയിന്റ്. ഇവിടെ ഞാൻ ഫസ്റ്റ് പറഞ്ഞൊരു പോയിന്റിലേക്ക് തിരിച്ചു വരാണ്. അതായത് പാരന്റിങ് നമ്മൾ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ പാരന്റ് ആസ് എ ഗാർഡിയൻ എന്ന് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഫസ്റ്റിൽ തന്നെ പോയിട്ട് ഒരു ഗാർഡിയൻ ആണെന്ന് പറയല്ല. അതിന് പകരം കുട്ടികളെ നമ്മൾ നർച്ചർ ചെയ്തുകൊണ്ട് പരിപാലിച്ചുകൊണ്ട് അൺകണ്ടീഷണൽ ആയിട്ട്, ഈ അൺകണ്ടീഷണൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഓക്കെ എന്റെ കുട്ടി ഞാൻ വയസ്സായാൽ എന്നെ നോക്കുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്നതിനൊക്കെ ഭയങ്കര ജോലിയൊക്കെ വാങ്ങി എനിക്ക് നല്ല സാലറി ഒക്കെ തരുന്ന കുട്ടി, ഇങ്ങനത്തെ രീതിയിലുള്ള കണ്ടീഷൻസ് പല പാരന്റ്സും പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പൊ അങ്ങനത്തെ രീതിയിൽ കണ്ടീഷൻസ് വെക്കാതെ അൺകണ്ടീഷണൽ ആയിട്ട്, അല്ലെങ്കിൽ ഇവിടെ ഞാൻ ഒരു പോയിന്റ് എഴുതി വെച്ചിരുന്നു, അൺകണ്ടീഷണൽ എന്ന് പറയുമ്പോൾ വേറൊരു പോയിന്റ് ഉള്ളത് യെസ്, ലവ് എന്നുള്ള പേരിൽ ഇപ്പം അൺകണ്ടീഷണൽ ആയിട്ട് അല്ലെങ്കിൽ കണ്ടീഷൻസ് വരുന്ന സമയത്താണ് അവിടെ സ്ട്രിക്ട്നെസ് വരാം. അതായത് ലോ ആൻഡ് ഓർഡർ ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഇല്ലേ, ഒരു പോലീസ് ആയിട്ട് നിൽക്കുമ്പോൾ ലോ ആൻഡ് ഓർഡർ ഒക്കെ വെച്ച് നിയമങ്ങൾ പാലിച്ച് ആ രീതിയിൽ ഒരു സ്ട്രിക്ട്നെസ് വരാം. അപ്പൊ അൺകണ്ടീഷണൽ ആയി കഴിഞ്ഞാൽ നേരെ നമ്മളെ ഗാർഡിയൻ അവയർനെസ്സിലേക്കാണ് പോകുക. ഇപ്പൊ പാരന്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഗാർഡിയൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ പാരന്റിങ് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾ കൊടുക്കുന്ന എന്താണ്, അൺകണ്ടീഷണൽ ആയിട്ട് കൈൻഡ്നെസ്, മേഴ്സി, ലവ് ഇത് കൊടുത്തോണ്ടേയിരിക്കുകയാണ്. അപ്പൊ അവിടെ കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് കണക്ഷൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊരു ഏജ് വരെ പോസിബിൾ ആണ്, കുറച്ച് കഴിയുമ്പോൾ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റാതിരിക്കും. അപ്പൊ നമ്മൾ അവിടെ ചെയ്യേണ്ടത് നമ്മളുടെ അവയർനെസ് കൂട്ടാം.
നമ്മൾ ഏതൊക്കെ രീതിയിൽ ഗാർഡിയൻ റോള് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നമ്മൾ ഉയർന്ന് ചിന്തിക്കാം. അപ്പം നിങ്ങൾ ഒരിക്കലും ഒരു ദിവസം കൊണ്ട് ഗാർഡിയൻ എന്നുള്ള റോളിലേക്ക് വരണം എന്നില്ല. അവിടെ ചിലപ്പോൾ നിങ്ങൾ ചില ബാലൻസിങ്ങുകൾ നടത്തേണ്ടി വരും, ചില കാര്യങ്ങൾ നിങ്ങൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് പഠിക്കേണ്ടി വരും. ഈ രീതിയിൽ നിങ്ങളും എന്ത് ചെയ്യാണ്, ഒരു ഗാർഡിയൻ റോളിലേക്ക് എത്താണ്. ഇവിടെ ശരിക്കും പാരന്റിങ് ചെയ്യുമ്പോൾ ശരിക്കും ഞാൻ കുട്ടീനെ ഇങ്ങനെ വലുതാക്കി കുട്ടി ഇങ്ങനെ വലുതാവാന്നുള്ളതല്ല, നമ്മുടെ ഉള്ളിലും എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു കണക്ഷന് ബിൽഡ് ആവുന്നുണ്ട്. അപ്പൊ നമ്മൾ ആസ് എ ഹ്യൂമൻ, മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് വന്നത് എന്തിനാണ്? നമ്മുടെ സൃഷ്ടാവിനെ അറിയാനാണ്, ദൈവത്തിനെ അറിയാനാണ്. ആ ദൈവത്തിലേക്ക് നമ്മൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ചിലപ്പോൾ നമ്മുടെ പാരന്റിങ്ങിലൂടെയാകും. പല ഫേമസ് ആയിട്ടുള്ള ആളുകളും അവരുടെ വിന്ന് ചെയ്ത് അല്ലെങ്കിൽ അവർ ജയിച്ചിട്ടുള്ള സ്റ്റോറീസ് പറയുമ്പോൾ അവർ അവരുടെ പാരന്റ്സിനെ മെൻഷൻ ചെയ്യും. അപ്പൊ ആ പാരന്റ്സിനെ നിങ്ങൾ നോക്കൂ, എത്രത്തോളം ബ്ലെസ്ഡ് ആണ്, അല്ലെങ്കിൽ എത്രത്തോളം അവരുടെ പർപ്പസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. നമ്മൾ ചിലപ്പോൾ ഫേമസ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ കാണൂ, പക്ഷെ അവരുടെ ബിഹൈൻഡ് നിൽക്കുന്ന ഒരുപാട് പാരന്റ്സ് ഉണ്ടാകും, അല്ലെ ടീച്ചേഴ്സ് ഉണ്ടാകും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എനിക്ക് എൻ്റെ കുട്ടിയെ ഇങ്ങനെ കെയർ ചെയ്യാനുള്ള ഒരു റോൾ എനിക്ക് എൻ്റെ ക്രിയേറ്റർ, എൻ്റെ ദൈവം എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിലായിരിക്കും എൻ്റെ പർപ്പസ് കിടക്കുന്നത്. അതിലൂടെയായിരിക്കും ചിലപ്പോൾ എൻ്റെ ദൈവത്തിനെ അറിയാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, എൻ്റെ കുട്ടിയിലൂടെ എനിക്ക് എങ്ങനെ എൻ്റെ ദൈവത്തിനെ അറിയാം. അതുകൊണ്ടാണ് നമ്മൾ കുട്ടിയെ നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, ചെറിയ കുട്ടികളെ നോക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഫീലിംഗ് ആണ്. പക്ഷെ അതേ കുട്ടി കുറച്ചുകൂടെ വലുതായാലും നമുക്ക് തോന്നും ഒരു സാധനം, അങ്ങനത്തെ രീതിയിൽ നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യും. അപ്പൊ നമ്മള് നമ്മുടെ കുട്ടിയിലൂടെ നമുക്ക് നമ്മുടെ ക്രിയേറ്ററിനെ, നമ്മുടെ ദൈവത്തിനെ അറിയാൻ വേണ്ടി പറ്റണം. അതേപോലെ തന്നെയാണ് കുട്ടിക്കും എന്ത് ചെയ്യണം, ആ നമ്മുടെ സ്നേഹത്തിലൂടെ, നമ്മുടെ കരുതലിലൂടെ, നമ്മുടെ ഈ ഒരു ലാളന അല്ലെങ്കിൽ നമ്മുടെ കൈൻഡ്നെസ്, ഇതിലൂടെ കുട്ടിക്കും ദൈവത്തിനെ അറിയാൻ വേണ്ടി പറ്റണം. ഓക്കെ, ഇതാണല്ലേ ഈ അമ്മയുടെ സ്നേഹം എത്രത്തോളം ഉണ്ട്, അത്രത്തോളം ആയിരിക്കും ആ കുട്ടിക്ക് ക്രിയേറ്ററുമായിട്ടുള്ള കണക്ഷൻ. നമ്മള് മാതാപിതാ ഗുരു ദൈവം എന്നാണ് പറയാ അല്ലെ. അതായത് ഒരു കുട്ടി എന്ത് ചെയ്യും, മാതാവിലൂടെ വന്നിട്ട് പിതാവിലൂടെ വന്നിട്ട് ഇനി അവിടെ നിന്നും കിട്ടാത്ത സംഭവങ്ങളൊക്കെ ഗുരുവിലൂടെ കിട്ടിയിട്ടാണ് ദൈവത്തിലേക്ക് എത്തുക. അപ്പൊ ഈ ഒരു രീതിയിൽ പാരന്റ്സിനും കൊടുക്കാൻ പറ്റണം, കുട്ടികൾക്ക് പാരന്റ്സിൽ നിന്നും കിട്ടാൻ പറ്റണം. അപ്പൊ അവിടെയാണ് ഒരു വിൻ വിൻ ഗെയിം ആവുക. അല്ലെങ്കിൽ ഒരു ഒരു വൺ വേ മാത്രമായി ഇപ്പോൾ വിൻ വിൻ ഗെയിം ആയിട്ട് പാരന്റിങ്ങിനെ കാണണം എന്നുണ്ടെങ്കിൽ അതിലൊരു അവയർനെസ് അപ്ഡേഷൻ ആണെന്ത്, പാരന്റ് ആസ് എ ഗാർഡിയൻ. ഇത്രത്തോളം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സെഷൻ ഓൾമോസ്റ്റ് കഴിഞ്ഞു കേട്ടോ. Yes. Okay. യെസ്, ഇറ്റ്സ് ടൈം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ. കുറെ സംഭവങ്ങൾ ടച്ച് ചെയ്ത് പോയി. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഹലോ. ഒരു മണിക്കൂർ കഴിഞ്ഞത് അറിഞ്ഞില്ല. ഇനി അടുത്ത ക്ലാസ് വരട്ടെ. ഓക്കെ, താങ്ക് യു.